സെൽഫ് ലോണ്ടറി നിയർ മീ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ലോണ്ടറി കാണിച്ചിരുന്നു. സെൽഫ് ലോണ്ടറി അവിടെ അവൈലബിൾ ആണെങ്കിൽ. സാധാരണ ലോണ്ടറി പോകരുത്, ഓരോ ഡ്രസ്സിനും ഒരുപാട് പൈസ അവർ ചാർജ് ചെയ്യും. ഇങ്ങനെയുള്ള സെൽഫ് ലോണ്ടറി ആകുമ്പോൾ എത്ര ഡ്രസ്സ് വേണമെങ്കിലും അതിലിടാം. വാഷർ €3 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 കോയിൻ ഇടണം. 3 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ 35 മിനിറ്റ് ഇത് വാഷ് ചെയ്യും. യു ലൈക്ക് ഇന്ത്യ? വെരി ഗുഡ് ഇന്ത്യ. ഐ ലവ് ഇന്ത്യ. ഐ ലവ് ഇന്ത്യ. ഐ ലവ് തമിഴ്. ഐ ലവ് തമിഴ്. വെരി ഗുഡ് തമിഴ്. You like Tamil? Why you like Tamil? Very good Tamil. Tamil picture very very good. 1 kilo? Free donation. 1 kilo. Yeah, 1 kilo. You want 1 kilo? Okay. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. Thank you. We are social teacher and we cook here every Tuesday. Tuesday. Yes. Okay. We're just friends. Just friends. Just യൂഷ്വലി ഞാൻ എൻ്റെ ജേഴ്സിയാണ് യൂസ് ചെയ്യാറ്. ഇന്ന് എന്താ ഒരു മാറ്റം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഒന്നുമല്ല, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ലോണ്ടറി കാണാൻ പറ്റും. ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കൊടുത്തതാണ്. കാരണം ഞാൻ നിൽക്കുന്നത് ഗുരുദ്വാരയിലാണ്. അവിടെ വാഷ് ചെയ്തിട്ട് ഉണക്കിടാനുള്ള സൗകര്യം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഡ്രസ്സ് കംപ്ലീറ്റ് കഴിഞ്ഞു, കൊണ്ടുവന്ന ഡ്രസ്സ് മൊത്തം കഴിഞ്ഞ്. അപ്പോൾ ഇനി എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവിടുന്ന് വാഷ് ചെയ്യാന്ന് പറയുന്നത് നടപടി ആവുന്നില്ല. അപ്പം ഞാൻ ഒരു സെൽഫ് ലോണ്ടറി, നമുക്ക് സെൽഫായിട്ട് നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോണ്ടറി കണ്ടുപിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങൾ ഏത് സിറ്റിയിലാണോ എവിടെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഗൂഗിൾ സെൽഫ് ലോണ്ടറി നിയർ മീ എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള ലോണ്ടറി കാണിച്ചിരുന്നു. സെൽഫ് ലോണ്ടറി അവിടെ അവൈലബിൾ ആണെങ്കിൽ. സാധാരണ ലോണ്ടറി പോകരുത്, ഓരോ ഡ്രസ്സിനും ഒരുപാട് പൈസ അവർ ചാർജ് ചെയ്യും. ഇങ്ങനെയുള്ള സെൽഫ് ലോണ്ടറി ആകുമ്പോൾ എത്ര ഡ്രസ്സ് വേണമെങ്കിലും അതിലിടാം. വലിയ വാഷിംഗ് മെഷീൻ ആയിരിക്കും. ഇവിടെ ഇപ്പം €3 ആണ് വാഷ് ചെയ്യാൻ. ഞാനിപ്പോൾ അത് പുറത്തുള്ള ഏതെങ്കിലും ലോണ്ടറി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ ഒരുപാട് പൈസ ആവും. അപ്പം €3 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് മൊത്തം വാഷ് ചെയ്ത് തരും. പിന്നെ അത് ഉണക്കണമെങ്കിൽ €2 വേറെ കൊടുക്കണം. മൊത്തം €5 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് മൊത്തം വാഷ് ചെയ്ത് ഉണക്കി കൈ തരും. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാൻ പല ആളുകൾക്ക് അത് അറിയാനുണ്ടാവില്ല. അത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ലോണ്ടറിയുടെ പേര് ലോണ്ടറി ഫോർ യു എന്നാണ്. സെൽഫ് സർവീസ് ലോണ്ടറി. ഇതാണ് പുള്ളിക്കാരനാണ് ഇവിടുത്തെ ആള്. ഓണറാണോന്ന് അറിയില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആള് ഇദ്ദേഹമാണ്. ചിലപ്പോൾ ഓണറായിരിക്കാം. ഓപ്പണാണ്. ഇവിടെ ഒരുപാട് എണ്ണുണ്ട്. ഡ്രയർ, ഇത് ഡ്രയറാണ്. ഇതാണ് വാഷർ. നമ്മൾ ആദ്യം അതിൽ വാഷ് ചെയ്യാനിടണം. ഇവിടെ 1 2 3 4 5 എണ്ണം ഉണ്ട്. 5 6 എണ്ണം ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഡ്രസ്സ് ഇത് അതിലിട്ടു. കോയിൻസ് വേണം. കോയിൻസ് ഇട്ടിട്ട് 3 വാഷർ €3 എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3 കോയിൻ ഇടണം. 3 കോയിൻ ഇട്ട് കഴിഞ്ഞാൽ 35 മിനിറ്റ് ഇത് വാഷ് ചെയ്യും. എൻ്റെ ഡ്രസ്സ് ഇപ്പം വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു 50 സെൻറ്റ് കൊടുത്തിട്ട് ഇതും വാങ്ങിക്കണം കേട്ടോ. സോപ്പ് പൊടി വാങ്ങിക്കണം. ഒരു ബലൂൺ പോലത്തെ ഒരു സാധനം, അതിൻ്റെ ഉള്ളിൽ സോപ്പും പൊടിയാണ്. അത് ജസ്റ്റ് അതിലേക്ക് ഇട്ടേച്ചാൽ മതി. അല്ലാതെ പൊട്ടിച്ചൊഴിക്കേണ്ട പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ബലൂൺ മാതിരി ഒരു സംഭവം. അതിൻ്റെ ഉള്ളിൽ സോപ്പ് ലിക്വിഡ് ഉണ്ട്. ജസ്റ്റ് അങ്ങോട്ട് ഇട്ടേച്ച് കഴിഞ്ഞാൽ അതങ്ങനെ കറങ്ങുമ്പോൾ പൊട്ടിക്കോളും. അപ്പോൾ എന്നിട്ട് ഇവിടെ ബട്ടൺ ഉണ്ട്. വൈറ്റ് ക്ലോത്ത് ആണെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്യുക. കളർ ക്ലോത്ത് ആണെങ്കിൽ കളർ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അത് സെലക്ട് ചെയ്താൽ മതി. അത് തുടങ്ങിയിട്ടുണ്ട്. 35 മിനിറ്റ് എന്നുള്ളത് ഇപ്പം 32 മിനിറ്റായി. അതുവരെ ഞാനിവിടെ കാത്തു നിൽക്കണം. കാത്തു നിൽക്കുന്നതിന് ഇവിടെ ഫ്രീ വൈഫൈ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഷീൻ്റെ ഉള്ളിൽ ഷൂ ഇടരുതെന്ന് എഴുതിയിട്ടുണ്ട്. നോ പില്ലോസ്, പില്ലോ അലൗഡ് അല്ല, ഷൂ അലൗഡ് അല്ല. ഫ്രീ വൈഫൈയും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇവിടുത്തെ ലിക്വിഡ് വേണം യൂസ് ചെയ്യാൻ. നമ്മൾ ടൈഡും കാര്യങ്ങളൊന്നും കൊണ്ടൊന്നും ഇവിടെ ഇടാൻ പറ്റില്ല. അതും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 35 മിനിറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെലക്ട് ചെയ്യാം. 28 മിനിറ്റ് ഉണക്കാൻ വേണ്ടിയിട്ട്. 3 മിനിറ്റ് 42 മിനിറ്റ് ഉണ്ട്, 56 മിനിറ്റ് ഉണ്ട്. ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിലിട്ട് കഴിഞ്ഞാൽ സാധനം ഉണക്കി കൈ തരും. പിന്നെ അയൺ ചെയ്യേണ്ടവർക്ക് പിന്നെ കൊണ്ട് അയൺ ചെയ്താൽ മതി. ഇവിടെ ഇതാ വേറെ ഉണ്ട് ഒരുപാട്. ഓക്കെ, ഇതാണ് വളരെ ഈസിയാണ്. നിങ്ങൾ ഏത് സിറ്റിയിൽ ടൂറൊക്കെ പോയാലും ഡ്രസ്സ് അലക്കാൻ ഉള്ള ഓപ്ഷൻ ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാണ്. അറിയാൻ മതി, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
എന്നാലും ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഈ സർവീസ് യൂസ് ചെയ്തോ, അടിപൊളിയാണ്. അപ്പം നമ്മുടെ ഡ്രസ്സ് ഉണങ്ങിയിട്ടുണ്ട്, അതെടുക്കാം. യെസ്, നല്ല ചൂടാണല്ലോ. നല്ല ചൂടുണ്ട്, അയൺ ചെയ്ത മാതിരി ചൂടാ. ഇതുണ്ടോ? യെസ്, കംപ്ലീറ്റ് നോക്കണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോന്ന്. കാണൂല, ഇനിയൊന്നുമില്ലല്ലോ. നോ, ഇനി ഇതൊക്കെ ഒന്ന് മടക്കട്ടെ, നമുക്ക് ഇവിടുന്ന് നല്ല വിടാം. ഞാനിപ്പോൾ ഗ്രീസിലെ ഇറച്ചി വിൽക്കുന്ന സ്ഥലത്താണുള്ളത്. ഇവിടെ ബീഫ്, ചിക്കന്, മട്ടനൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണിത്. അപ്പോൾ ഈ മാർക്കറ്റ് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഞാൻ ഇതുവരെ കുറേ മാർക്കറ്റുകൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ മാർക്കറ്റ് സംതിങ് ഡിഫറെൻ്റ് ആണ്. നമുക്കൊന്ന് നോക്കാം എന്താന്ന്. ഞാൻ ഈ പുള്ളിനെ പരിചയപ്പെട്ടു. യുവർ നെയിം? യുവർ നെയിം? Nico. Nico. Yes. Is this your shop? Yes, sir. Chicken fresh. Chicken, fresh chicken? Chicken liver, chicken gizzard, chicken ear, chicken after, chicken only. Only chicken? Yes. No beef, no mutton? No, mutton. Mutton here. Yes. You like India? Eh? You like India? Very good India. Very I love good India. India. I love India. I love Tamil. I love Tamil. Very good Tamil. You like Tamil. Why you like Tamil? Very good Tamil. Tamil picture very very good. No Malayalam? You didn't see Malayalam? Malayalam. Yes, Malayalam. Malayalam also very good. Very Malayalam very Same good. like Tamil. Mumbai very good. Mumbai very good. Mumbai very good. You have Indian friend? Indian no. No friend? No friend. Why no Indian friend? No Indian friend. Oh, we know. Okay. Okay, bye. Thank you. Bye bye. ഇത് പോർക്ക് ആണ്, ഇത് മട്ടനാണ്. മട്ടൻ. ഇതിൻ്റെ ഇടയിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. എന്താ സംഭവം? പോർക്കിൻ്റെ പരിപാടികളാണ്. പോർക്ക്. ഇത് മൊത്തം ചിക്കൻ. ഇപ്പൊ ഗ്രീസിൽ വന്നിട്ട് മാർക്കറ്റ് കണ്ടില്ല എന്ന് വേണ്ട. നമ്മൾ എല്ലായിടത്തു നിന്ന് കാണുന്നതിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. കാരണം എല്ലാവർക്കും ഓരോരോ ചില്ലറുകളുണ്ട്, ഫ്രീസറുകളുണ്ട്. ഇവിടെ ഐസിലിട്ട് വെക്കുന്ന പരിപാടി അങ്ങനത്തെ അതൊന്നുമില്ല. എല്ലാവർക്കും ഓരോരോ ചില്ലറുകൾ അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. കേടൊന്നും ആവില്ല, തണുപ്പത്താണ് ഉണ്ടാവുക. എല്ലാം മിക്സഡ് ആയിട്ടാണ്, ഒന്നിനും സെപ്പറേറ്റ് ഏരിയ ഒന്നുമില്ല. ബീഫിൻ്റെ ഇടക്ക് ചിക്കൻ ഉണ്ടാവും, ചിക്കൻ്റെ ഇടക്ക് ആടുണ്ടാവും, ആടിൻ്റെ ഇടക്ക് പോർക്ക് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം. ഉള്ളിലേക്കൊരു വഴി കാണുന്നുണ്ട്. ഈ വഴിക്ക് പോയാൽ എന്താണ്? ഫിഷാണോ? യെസ്, ഫിഷ് മാർക്കറ്റ് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. അവിടെ എല്ലായിടത്തും ഉള്ള പോലെയല്ല, നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. വലിയ താഴേക്ക് ഫുൾ അത്യാവശ്യം മണമുണ്ട്. സാൽമൺ.
സാൽമണിന്റെ തല വാങ്ങിക്കൊണ്ടോ. आप लोग किधर से? बांग्लादेश से? किधर से? बांग्लादेश? इंडिया से? നീരാളി നീരാളിനോ? അങ്ങനെ ഫിഷ് മാർക്കറ്റും കണ്ടു, ഇറച്ചി മാർക്കറ്റും കണ്ടു. ഫിഷ് മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റിലേക്കാണ്. ഇവിടെ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് വിൽക്കുന്ന കടകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ മസാലൻ്റെ മണമൊക്കെ വരുന്നുണ്ടല്ലോ. ഡേറ്റ്സ് കിലോ 4 യൂറോ ആണല്ലോ. കുറച്ച് വാങ്ങിച്ചാലോ? ഇത് ഒലീവ്സ് ആണ്. പലതരത്തിലുള്ള അതൊക്കെ എന്താന്ന് ആർക്കറിയാം. പല പല ചെടികളുടെ ഇലകളും കാണുന്നുണ്ട് ഇവിടെ. One kilo? Free donation. 1 kilo? Yeah, 1 kilo. You want 1 kilo? Okay. Your name? Hello, you there. I'm from India. I'm from Greece. You're from Greece. Welcome to Greece. Very nice country. Thank you, thank you. Yeah, it's beautiful country. It's 4 euros. Something else? ഞാൻ 4 യൂറോ കൊടുത്തേക്കട്ടെ. ആള് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ മൊണാസ്ട്രി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാനിവിടെ റെസ്റ്റോറൻറ്റിൽ എൻ്റെ മൊബൈൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്നു. അതിൽ എൻ്റെ ചാർജർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡാപ്റ്റർ ഉണ്ട്. ഇവിടുത്തെ യൂറോപ്യൻ പ്ലഗ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അഡാപ്റ്റർ ഉണ്ട്. അത് അവിടെ വെച്ച് മറന്നു. പോയോക്കട്ടെ കിട്ടുമെന്ന്. കാരണം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഞാൻ ഇവിടെയൊക്കെ ചെക്ക് ചെയ്തിട്ട് തീരെ ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണ് കാണുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമായിരുന്നു. പോയി നോക്കട്ടെ, അവിടെ ഉണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ പോട്ടെ. ഇവിടെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഐസ്ക്രീം കൊടുക്കുന്നുണ്ട്. താങ്ക് യു. അടിപൊളി. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, ഈ കാണുന്ന എല്ലാവരും ഐസ്ക്രീം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പരിപാടി എന്നറിയില്ല. ഇവിടെ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് പല സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട് അവരിങ്ങനെ ഓഫർ ചെയ്യുന്ന സാധനങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ആളുകൾക്ക്. ഐസ്ക്രീം കഴിഞ്ഞു, ഇവർ വേറെ എന്തൊക്കെയോ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ എന്തോ ഒരു പാത്രത്തിൽ എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ ട്രോളിയിൽ എന്തോ ഒരു സാധനം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്കാന്ന് തോന്നുന്നു. ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജ്യൂസ് ഉണ്ടാവും, കുറേ ഫ്രൂട്ട്സ് ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ പല പല സാധനങ്ങൾ അവരിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് നല്ലൊരു വൈബാണ് ഇവിടെ. ഒരുപാട് ആളുകൾ ഇങ്ങനെ, ഒരുപാട് ടൂറിസ്റ്റുകൾ, ഫുൾ
ടൂറിസ്റ്റുകളാണ്. ടൂറിസ്റ്റുകളെ കൊണ്ടൊരു കളിയാണ്. ഒരു പെൺകുട്ടി അവിടെ വെജിറ്റബിളൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വെജിറ്റബിളും അതിലെന്തൊക്കെയോ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഫുൾ വെജിറ്റബിൾസ് ആണ്. Language, no problem. Do you know about Dexero? You can do this. You can do this. Try. I can only do No, you commando push. Try. What is this all about? Filofei knows the drill. Filofei, speak to the friend for the documentary. Documentary about this. No, I don't know English. Could you please explain about this? What's happening? Evgenia will explain to you. Evgenia know everything about Could you please explain about this? We are social teacher and we cook here every Tuesday. Tuesday. Yes. Okay. We're just friends. Just friends. Just friends. From these foods from any supermarket, any. No, not supermarket, You all- nothing. We have all together. We bring food and everything, and we cook here every Tuesday. What kind of things you are giving? I got ice cream. What's next? Cake. Lot of things you are. Many people give us what they have. Oh, okay. Yeah, that's nice initiative. Yes. ഫുഡ് പാക്കറ്റാക്കി ഇങ്ങനെ വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ പാക്കറ്റ് ഇങ്ങനെ കൊണ്ടു കൊടുക്കാണ് ബോക്സിൽ വെച്ചിട്ട്. ബോക്സിൽ ഇങ്ങനെ പാക്കറ്റ് വിതരണമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഗ്രീസിലെ നോർമൽ കാഴ്ചകളാണ് ഉണ്ടായിരുന്നത്. ഒന്നും സ്പെഷ്യലായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പോകുമ്പോൾ കണ്ട ഒരുപാട് കാഴ്ചകൾ മാത്രമാണ് ഇന്ന് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഒന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഗ്രീസിൻ്റെ തനതായ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാനതാ എൻ്റെ ഗുരുദ്വാര എത്തിയിട്ടുണ്ട്. ഞാൻ ഇന്നും കൂടെ ഇവിടെ ഉള്ളൂ. നാളെ വിടും. ഓക്കെ ബൈ.